ഇന്ന് നമ്മൾ വാലന്റൈൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു 9th വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് വൈറ്റ് ഇനാമൽ പെയിൻ്റൊക്കെ അടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനാമൽ പെയിൻറ്റിന് പകരം ആക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ഞാനൊന്നിങ്ങനെ പകുതിയാക്കിയിട്ടൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഒരു ഹാർട്ട് ഷേപ്പ് ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഹാർട്ട് ഷേപ്പിൻ്റെ സൈസൊക്കെ നിങ്ങളുടെ ബോട്ടിലിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് പെൻസിൽ ഷേവിങ്സ് ആണ്. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ടുള്ള പെൻസിലിൻ്റെത് എടുത്തിട്ടുള്ളതൊന്നുമല്ല. ഞാനിങ്ങനെ ഓരോ സമയത്തായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനെ ഒരു ബോക്സിലിട്ട് വെച്ചിട്ടുള്ളതായിരുന്നു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഹാർട്ട് ഷേപ്പ് ബോട്ടിലൊന്നിങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്നിങ്ങനെ വരച്ചു കൊടുക്കാനും ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമ്മൾ ആ ഒരു അധികം ശക്തിയിൽ വരയ്ക്കേണ്ട, ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ ആ ഒരു ഹാർട്ട് ഷേപ്പ് ഒന്നിങ്ങനെ ഒരു ബോട്ടിൽ കാണാൻ വേണ്ടി മാത്രമാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് ഫെവിക്കോൾ ഒന്ന് ആ ഒരു ഔട്ട്ലൈൻ വരച്ചിട്ടില്ല അവിടെ ഒന്നിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പെൻസിൽ ഷേവിങ്സ് ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു ഔട്ട്ലൈൻ കിട്ടുന്ന രീതിയിൽ പെൻസിൽ ഷേവിങ്സ് ഇങ്ങനെ ഓരോന്നായിട്ട് ഒന്നിങ്ങനെ പരത്തി വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിക്കായിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഈ ഒരു പെൻസിൽ ഷേവിങ്സിൻ്റെത് നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഇങ്ങനെ വരാൻ നോക്കുക കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ലെങ്ത് ആയിട്ടുള്ളതും അങ്ങനെ സൈഡിൽ കുറച്ച് പീസ് ഉള്ളതൊക്കെ വെച്ചിട്ടൊന്നിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ചൊരു ബെൻഡായിട്ടുള്ള ടൈപ്പ് പെൻസിൽ ഷേവിങ്സ് കാണുന്നുണ്ടെങ്കിൽ ഒട്ടിച്ചെടുക്കാൻ കുറച്ചൊരു ഇതായിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് സമയം ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ സ്റ്റിക്കായിട്ട് കിട്ടിക്കോളും. അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു ഹാർട്ട് ഷേപ്പ് ഒന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അതിൻ്റെ ഒരു നടുക്കുള്ള ഒരു ഭാഗത്തുണ്ടല്ലോ, ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു സെൻറ്ററിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ച പോലെ ഇങ്ങനെ പരത്തിയിട്ടല്ല കേട്ടോ ഞാൻ ഒട്ടിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഫ്ലവർ പോലെ ആക്കിയിട്ട് അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ ഇങ്ങനെ പരത്തി വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു ഹാർട്ട് ഷേപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കടുക്കായിട്ട് വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിലുള്ള ഒരു മെറ്റീരിയൽസിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ ഇങ്ങനെ നടുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഫ്ലവർ പോലെ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ കുറച്ചൊരു പൊങ്ങി നിൽക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞ സമയത്ത് ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ ആ ഒരു മേലെ ഭാഗത്തുള്ള ഒരു കേർവ്ഡ് ഒന്നും കാണുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ അവിടെ കുറച്ചും കൂടെ ഒന്നിങ്ങനെ ഈ പെൻസിൽ ഷേവിങ്സ് ഇങ്ങനെ പരത്തി വെച്ചിട്ട് കുറച്ചും കൂടി ഒരു ഹാർട്ട് ഷേപ്പിലൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ഒട്ടിച്ചതിൻ്റെ കുറച്ചുകൂടെ പുറത്തോട്ടായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ കുറച്ചൊരു ഇതിലൊന്ന് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ നടുക്ക് മാത്രമായിട്ട് ഒട്ടിക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഭംഗി. പിന്നെ നമുക്ക് ഇങ്ങനെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞു കുഞ്ഞു പീസൊക്കെ ഷേവിങ്സ് എടുത്തിട്ട് നമുക്ക് ആ ഫ്ലവറിൻ്റെ നടുക്കും അങ്ങനെ ഗ്യാപ്പിലൊക്കെ ഒന്ന് ഇങ്ങനെ ഒട്ടിച്ചിട്ടൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. നമ്മൾ ഈ പെൻസിൽ ഷേവിങ്സ് ഇങ്ങനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഫില്ല് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു ഭംഗി. കുറച്ച് ഇങ്ങനെ തിക്കായിട്ട് കാണുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഏകദേശം എൻ്റെ കയ്യിലുള്ളത് കുറച്ച് നല്ല വലിയ പീസൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിനി ഇങ്ങനെ ഈ പെൻസിൽ ഷേവിങ്സ് ഒക്കെ നേരിട്ട് ബോട്ടിലേക്ക് ഒട്ടിക്കാൻ പാടാണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചുള്ള ഒരു ഹാർട്ട് ഷേപ്പിലേക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ട് ഡ്രൈ ആയതിൻ്റെ ശേഷം അതിങ്ങനെ മുഴുവനായിട്ടൊന്ന് ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടൊരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും നമ്മൾ ആ ഒരു വാലന്റൈൻ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ റെഡ് കളറാണ് നമ്മളിവിടെ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രിംസൺ റെഡാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഫുള്ളായിട്ടൊന്നിങ്ങനെ കളർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്യാൻ നോക്കുക. കാരണം കുറച്ച് വലിയ ബ്രഷ് ആകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരുപാട് ശക്തിയായിട്ട് പെയിൻറ്റ് അടിക്കുന്ന സമയത്ത് അതൊക്കെ ഇങ്ങനെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ജസ്റ്റ് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ആ ഒരു പോയിൻറ്റഡ് ബ്രഷ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ആകുന്ന രീതിയിലൊന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ റെഡ് കളറിന് പകരം പിങ്ക് കളർ വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഒരു വലിയൊരു ഹാർട്ട് ഷേപ്പ് ചെയ്യാതെ ബോട്ടിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഹാർട്ട് ഷേപ്പായിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഓരോ കളേഴ്സ് കൊടുക്കാമെന്നായിരുന്നു, റെഡ് പിങ്ക് ഒക്കെ. പിന്നെ ഞാനതങ്ങനെ ഡ്രോപ്പ് ചെയ്തു. കാരണം അത്രയ്ക്കും എൻ്റെ കയ്യിൽ പെൻസിൽ ഷേവിങ്സ് ഇല്ല. ഇനിയിപ്പോൾ അതിങ്ങനെ ഒട്ടിക്കുന്ന സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെയും വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ അത് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു രീതിയിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് പണി കഴിയും ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു റെഡ് കളർ ഇങ്ങനെ ഫില്ല് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടല്ലേ. വൈറ്റ് ബോട്ടിൽ ഒരു റെഡ് കളർ വന്ന സമയത്ത്
ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ട് അങ്ങോട്ട് മാറിയ സമയത്തേക്ക് മോള് വന്നിട്ട് അവിടെ മേലെയൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബോട്ടിൽ ഇങ്ങനെ എല്ലാ ഭാഗത്തും ചെറുതായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് ഭാഗത്തൊക്കെ ഇങ്ങനെ പിങ്ക് കളർ വന്നു. അപ്പോൾ പിന്നെ ഞാനത് വേറെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത്ര ഒരു ഭംഗി കിട്ടില്ല. പിന്നെ ഞാൻ അത് ഇതേപോലെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറച്ചിങ്ങനെ പെയിൻറ്റ് ഇങ്ങനെ ഒരു സ്പോഞ്ചിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ബോട്ടിലിൻ്റെ ഒരു മേലെ ഭാഗത്തും താഴെ ഭാഗത്തും ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇങ്ങനെ ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ മേലെയും താഴെയായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഒരു കുഞ്ഞു ക്യാപ്ഷൻസ് പോലെ ഇങ്ങനെ ചെയ്തെടുക്കാമെന്നായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഡാബ് ചെയ്തെടുത്ത്. എന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് രണ്ട് സൈഡിലും ഇങ്ങനെ കുറച്ചൊരു പിങ്ക് കളറും നടുക്ക് ഇങ്ങനെ ഒരു നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറൊക്കെ വന്ന സമയത്ത് നല്ല ഭംഗിയുണ്ടല്ലേ. ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ബോട്ടിലിൽ ഒരു ഔട്ട്ലൈൻ കൊടുത്തിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു പെൻസിൽ ഷേവിങ്സ് ഒട്ടിച്ച് കൊടുത്തതാണ്. അപ്പോൾ അത് പെയിൻറ്റൊക്കെ ചെയ്തെടുത്തപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ഹാർട്ട് ഷേപ്പ് ഇങ്ങനെ ആ ഒരു ഹാർട്ട് ഷേപ്പിൻ്റെ രീതിയിൽ തന്നെ വരാൻ നോക്കാം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു ലുക്ക് വരിക. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫ്ലവർ പോലെയൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടും വേസ്റ്റ് മെറ്റീരിയൽ മാത്രമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചുമ്മാ കളയുന്ന ഒരു പെൻസിൽ ഷേവിങ്സ് ആണല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു വാലൻറ്റൈൻ സ്പെഷ്യലായിട്ടൊരു ബോട്ടിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ബോട്ടിലിൽ ഒരു മേലെയും താഴെ ഇങ്ങനെ പെയിൻറ്റ് വെച്ചിട്ട് ടാബ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ക്യാപ്ഷൻസ് ഒക്കെ എഴുതിയെടുത്താലും ഭംഗിയുണ്ടാവും. പിന്നെ ഞാൻ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിലാണെങ്കിൽ ഭയങ്കര ചെറുതാണ്. അപ്പം പിന്നെ ഒരുപാട് ക്യാപ്ഷൻസ് ഒന്നും എഴുതാൻ പറ്റില്ല. ഇനിയിപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ ഒരു ബാക്ക് സൈഡിൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടിരിക്കുന്ന ആ ഭാഗത്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ടൊന്ന് ഇങ്ങനെ ഇവിടെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ചൊരു ക്യൂട്ടായിട്ട് തന്നെ തോന്നുന്നുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളതാണ്. നല്ലൊരു അട്രാക്ഷനൊക്കെ ആയിട്ട് നല്ലൊരു ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്. കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്ന അത്രയും സിമ്പിളായിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. ഇനി നമുക്ക് ഹായ് പറയാനുള്ളവരുടെ പേരൊന്ന് വായിക്കാം കേട്ടോ. ദേവദത്ത്, ദേവാർച്ചന, നെയിം, സക്കീർ, സിയ 4 പേർക്കും ഞാനൊരു ബിഗ് ഹായ് തന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ കമൻറ്റിൽ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്, നെയിം ഒന്നും എഴുതാതെ. അപ്പോൾ ഞാൻ ഇനി മുതൽ പിൻ ചെയ്തിട്ടുള്ള കമൻറ്റിൽ നെയിം കറക്റ്റായിട്ട് എഴുതുന്നവർ മാത്രമേ ഞാൻ ഹായ് പറയുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വേസ്റ്റ് മെറ്റീരിയൽ മാത്രം യൂസ് ചെയ്തിട്ടുള്ള വാലൻറ്റൈൻ സ്പെഷ്യൽ ബോട്ടിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള വാലൻറ്റൈൻ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസൊക്കെ എല്ലാവരും ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM മൺഡേ നമ്മൾ ചില സമയത്തൊക്കെ ഒരു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ.